സത്യനാരായണൻ പിതാവാണ്. സത്യനാരായണൻ, ഇവിടെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല. അതിന് കാരണം എന്താണ്? ഇനി ആ പ്രതികളെ മൊത്തം തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചു എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളുടെ മുഖത്തൊരു ചിരി വരില്ല. അതിന് കാരണം നിങ്ങൾക്ക് നഷ്ടമായത് അകാലത്തിലെ നഷ്ടമാണ്. പുത്രദുഃഖം എന്ന് പറയുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖവുമാണ്. എങ്കിൽ കൂടിയും സത്യനാരായണൻ, നിങ്ങൾ നടത്തിയ പോരാട്ടം അത് കേരളത്തിൻ്റെ നിയമചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. അതിന് കാരണം എന്താണ്? ഒരു പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷകർ സർക്കാരാണ് എന്ന അടിസ്ഥാന പ്രമാണം അവിടെ നിലനിൽക്കെ ഒരു പൗരൻ എന്താണ് അനീതിയിൽപ്പെട്ട് മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കസ്റ്റോഡിയനായി അവനു വേണ്ടി ഒന്ന് വാദിക്കേണ്ടത് സർക്കാരാണെന്ന പ്രമാണം നിലനിൽക്കെ അവർക്കെതിരായി പ്രതികൾക്ക് വേണ്ടി ഒരു സർക്കാർ അങ്ങ് സുപ്രീം കോടതി വരെ പോയി ജനത്തിൻ്റെ പൈസ എടുത്ത് ചെലവാക്കിയ അസാധാരണ ഒരു സംഭവം നമ്മൾ കണ്ടതാണ് ഈ കേസിൽ. അതിലുപരി നിങ്ങൾക്കൊപ്പം നിൽക്കുകയും ഈ പറയുന്ന കേസ് രേഖകൾ മൊത്തം കാണുകയും കേസിൻ്റെ എല്ലാവിധ വിശദാംശങ്ങളും മനസ്സിലാക്കുകയും ചെയ്ത CK ശ്രീധരൻ വക്കീൽ അപ്പുറത്ത് പോയി പ്രതികൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ സ്വാഭാവികമായും ഈ കേസിൻ്റെ ലൂപ്പ് ഹോൾസ് ഒക്കെ അറിയാവുന്ന ആളാണ്. ആ കേസിനെ പരാജയപ്പെടുത്താൻ പോകുന്ന മാരകശക്തി അയാളുടെ വാദങ്ങൾക്കുണ്ട്. എന്നിട്ടും ഇരട്ട ജീവപര്യന്തം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ നിയമ പോരാട്ടത്തിൻ്റെ പരമാവധിയുള്ള വിജയമല്ലേ ശ്രീ സത്യനാരായണൻ? അതെ, അത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെ ഒരു വലിയ ദൈവിക ശക്തി ആ അമ്മയുടെ മുമ്പിൽ നിന്നാണ് നമ്മളെ മക്കൾ പോയത്. ആ ദൈവാനുഗ്രഹം നമുക്ക് കൂടെയുണ്ട്. ഇല്ലെങ്കിൽ സർക്കാരിനോട് ഇത്രയും മല്ലടിച്ച് ഇത്ര 6 വർഷം വരെ എല്ലാ തലത്തിലും സാമ്പത്തികമായും മറ്റു തരത്തിലും പിന്നെ വക്കീൽമാർ ഉപയോഗിച്ചും നമ്മൾ മാറ്റിയെടുത്തും എല്ലാ വാദവും നടത്തിയിട്ട് അവരെ ഈ കേസിനെ പൊട്ടിക്കാൻ നോക്കിക്കഴിഞ്ഞാലും മൊത്തം കേരളത്തിൻ്റെ ഭരണ സംവിധാനം മൊത്തം ഉപയോഗിച്ചു. എന്നിട്ടും അവർക്ക് ഇത് പൊട്ടിക്കാൻ പറ്റിയില്ല. ഈ കേസിനെ സാധാരണ എല്ലാ കേസും പോലെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. ആ പ്രതികളെ ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുകയാണ്. അതിലുള്ള ഒരു ആഘാതം അവർക്കുണ്ട്. അവർക്ക് എപ്പോഴും രാഷ്ട്രീയത്തിലേക്ക്, അതായത് അവരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പേര് പറയാൻ പാടില്ല. കൊല ചെയ്ത് അവർ മാത്രം കൊല്ലും, ആസൂത്രണം ചെയ്യും, പക്ഷെ അവർ പേര് പറയാൻ പാടില്ല. അത് ഒരു ശരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മാർക്സിസ്റ്റ് പാർട്ടി എന്നൊക്കെ പിന്നെ കത്തിയും പടിയായിട്ട് വരാൻ പറ്റില്ല. പാർട്ടി കാറാന്ന് വന്നത് ആ പ്രസ്ഥാനത്തിന് വേണ്ടി അതിലുള്ള മാർക്സിസ്റ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും അനുയായികളും ചേർന്ന് നടത്തിയതെന്ന് ഞാനിപ്പോൾ പറയുന്നത്. ആ പാർട്ടി ചെയ്തതല്ല. പാർട്ടിക്ക് കയ്യും കാലം ഒന്നുമില്ലല്ലോ വാളെടുത്ത് പോത്താൻ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്. പാർട്ടി ചെയ്തില്ല. പാർട്ടി ഏത് കൊന്നു കഴിഞ്ഞാലും ഇനിയിപ്പോൾ നിങ്ങളിട്ട് മുമ്പിലിട്ട് കൊന്നാലും ജഡ്ജിൻ്റെ മുമ്പിലിട്ട് കൊന്നു കഴിഞ്ഞാലും അവർ സമ്മതിക്കൂല. അവരതേ പറയൂ. അത് അങ്ങനെ തന്നെ വളരുന്നൊരു പാർട്ടിയാണ്. എന്ത് വേണ്ടാതിനും ചെയ്തു കഴിഞ്ഞാലും അത് അല്ല എന്ന് പറയാൻ ഒരു സമൂഹത്തെ വളർത്തിയിരിക്കുന്ന ഒരു സെറ്റപ്പോട് കൂടിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ ലജ്ജയുണ്ട്, നാണമുണ്ട്. ഒരു ക്രിമിനൽ സംഘമായി മാറിയിരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞുപോയി. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കുറേ കാലം മുമ്പേ ആയിരുന്നു. നല്ല ഭരണം ഉണ്ടായിരുന്നു, നല്ല ചിന്താഗതി ഉണ്ടായിരുന്നു, നല്ല കാഴ്ചപ്പാടുള്ള ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത്. അതൊക്കെ പോയി. ഇപ്പോൾ പിണറായി ഇതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയതിനോട് കൂടെ അത് പിണറായിസം വന്നിപ്പോൾ ജനങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് പാർട്ടി സംഘത്തിൻ്റെ തലവൻ നമുക്കൊരു മുഖ്യമന്ത്രിയായി കാണാൻ പോലും നമുക്ക് പറ്റാത്ത ലജ്ജ തോന്നുന്നു. അത്രയും ഈ കേരള സമൂഹത്തെ വൃത്തികേടിലേക്ക് നയിക്കുകയാണ്. ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് വെച്ചാൽ ഞാൻ നോക്കട്ടെ, ഒരു മനസാക്ഷിയില്ല അതുപോലുള്ള മനുഷ്യനല്ലേ ഇത് ചെയ്യിപ്പിക്കുന്നത്. അവിടെ നോക്കിക്കൂടെ, ഒരു സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഒരു പാർട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരെ പറയാം, ഒരു പ്രസ്ഥാനത്തെ മാത്രം പറയാം. ഇതിൽ സർക്കാർ ഇതുപോലുള്ള ദുരന്തങ്ങൾ വരുത്തി വെക്കുക എന്ന് വെച്ചാലോ, എന്നിട്ടോ അതിന് നമ്മൾക്കെതിരെ ഇത് നിയമ നടപടിയുമായിട്ട് അവരെ തടയിടാനും നമ്മുടെ വക്കീലിനെയും കൂടെ കൂറുമാറ്റിച്ചും കൊണ്ട് ഇത്രയും നിരുത്തരമായ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മാധ്യമ പ്രവർത്തനം നിങ്ങൾക്കൊപ്പം നിൽക്കാനും ഈ കേസിന്റെ വിശദാംശങ്ങൾ മൊത്തം മനസ്സിലാക്കിയെടുക്കാനും അതിനുശേഷം കൂറുമാറി അപ്പുറത്ത് പോയി നോക്കുക, പ്രതികൾക്ക് വേണ്ടിയാണ് ആ വക്കീൽ നേരിൽ പോയി വാദിക്കുന്നത്. അത് നിങ്ങൾക്കൊപ്പം നിന്ന് ഈ കേസിന്റെ രഹസ്യങ്ങൾ ചോർത്തുക എന്നുള്ളത് ഈ വക്കീലിന്റെ ഒരു പ്ലാൻ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെ. പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നതോടുകൂടി അദ്ദേഹത്തെ നമ്മുടെ ഈ കേസിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കാനുള്ള നടപടിയുമായി നമ്മൾ മുൻപോട്ട് പോയി. കാരണം ഏറ്റവും ക്രിമിനൽ വാദം നടത്തുന്ന ഒരു പ്രഗത്ഭനായ വക്കീൽ എന്നല്ല കേരളത്തിൽ അറിയപ്പെടുന്നത്. അത് അപ്പോഴത്തേക്കും ഇദ്ദേഹം മുമ്പേ സാധാരണ കണ്ണൂരിലെ പ്രമാദമായ CPM കേസുകളിൽപ്പെട്ട എല്ലാ ആൾക്കാരെയും കേസുകൾ ഏറ്റെടുക്കും. എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ഭാഗം നല്ല കാശ് കിട്ടും, ലക്ഷങ്ങളാണ് കിട്ടുന്നത്. അങ്ങനെ നോക്കി ഇയാളെ നമ്മൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇത്തരം ചതിവ്
ചതിവ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയാണ്. അദ്ദേഹം പാർട്ടി മാറിക്കോട്ടെ, എവിടെ ആർക്കും വേണമെങ്കിൽ ഏത് അല്ല, ഈ ശ്രീധരൻ വക്കീൽ പറയുന്നത് ഈ രേഖകളൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പറയുന്ന അവാസ്തവമാണ്. അങ്ങനെയാണോ ശ്രീ സത്യനാരായണൻ? ഈ ശ്രീധരൻ വക്കീൽ പറയുന്നത് ഞാൻ ഈ രേഖകളൊന്നും കണ്ടിട്ടില്ല അങ്ങനെ പറയുന്ന അവാസ്തവമാണ്, ഞാൻ വക്കീൽ നൈതികതയ്ക്ക് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ പറയുന്നത് സത്യമാണോ? ഈ രേഖകളൊന്നും അയാൾ കണ്ടിട്ടില്ലേ? അല്ല, ഞാനൊന്ന് ആഷ്മി ഞാനൊന്ന് നിങ്ങളോട് ചോദിച്ചോട്ടെ, അയാൾ വാദിക്കുന്നത് എന്തെന്നിനാണ്? അയാൾ വാദിക്കുന്നത് ശരിയെ തെറ്റാക്കി മാറ്റാൻ വേണ്ടി ആ ഭാഗത്ത് നിൽക്കുകയല്ലേ. അത് തന്നെ കള്ളത്തരത്തിൻ്റെ ഒരു ഭാഗമല്ലേ. അയാൾ പഠിച്ച മേഖല അതാണെങ്കിലും അയാൾ ചെയ്തു നിൽക്കുന്നത് നമ്മൾക്ക് സത്യസന്ധമായ കാര്യത്തിന് വേണ്ടി അല്ലല്ലോ. അത് തന്നെ അയാളൊരു തെറ്റല്ലേ അയാൾ ചെയ്യുന്നത്. പിന്നെ പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് മാറുക, CPM പോവുക, അപ്പോൾ അതും ഒന്ന് വേറൊരു വിരോധാഭാസം. പിന്നെ ഇയാൾ പറയും അതിലേക്ക് പോയി കഴിഞ്ഞാൽ കള്ളങ്ങളെ പറയൂ. അയാൾ ഇത് മാത്രമല്ല, ഞങ്ങളെ കൂടെ നിന്ന് ഈ കേസിൻ്റെ എല്ലാ സ്ഥലങ്ങളും ലൊക്കേഷനും പിന്നെ അതുപോലെ തന്നെ അവരെയും CPM കൊലയാളികളെയും അയാൾക്ക് അറിയാം. അപ്പോൾ എവിടെ പോയി എവിടെ വന്നു എല്ലാ കൃത്യമായ കാര്യങ്ങൾ ഈ നാട്ടുകാരനെ പോലെ ഞങ്ങളെ കൂടെ നിന്ന് പഠിച്ചാൽ അതിനപ്പുറം ഒരു ഫയൽ വേണോ? ഈ ഫയൽ ഉണ്ടാക്കുന്നത് നോക്കിയല്ലേ. അതും സംഭവിച്ചിട്ടുണ്ട്. എറണാകുളത്ത് പോയി ബാലകൃഷ്ണ പെരിയയും അതേപോലെ തന്നെ അഡ്വക്കേറ്റ് ബാബുരാജ് പോയി എറണാകുളം അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി ഈ കേസ് ഏറ്റെടുക്കാനുള്ള ഈ ഫയലുമായി പോയതാണ്. അയാൾ ഇല്ല എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണൻ തന്നെ മുമ്പേ അദ്ദേഹത്തെ ഇരുന്ന ചർച്ചയിൽ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞ് ഞാൻ കൊണ്ടു തന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതൊന്നും ഈ കള്ളത്തരം വാദിക്കുന്നവരും കള്ളത്തരം പറയുന്നവരും കള്ളക്കാരോട് ഒന്നിച്ചു കൂടുന്നവരെയും വാക്കുകൾ വിശ്വസിക്കുന്നുണ്ടാ എന്നാണ് അത് കേരള സമൂഹം മനസ്സിലാക്കും. കാരണം അയാൾ ചെയ്ത് ധാർമ്മികതയുണ്ടോ അത് മാത്രം ചിന്തിച്ചാൽ മതി. അയാൾ എന്ത് കള്ളങ്ങൾ പറഞ്ഞോട്ടെ, ഇതിന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചോട്ടെ, അയാൾ ചെയ്ത കാര്യം ഒരു മനുഷ്യന് യോജിച്ചതാണോ? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഈ സമൂഹത്തിനകത്ത് ഇത്ര വയസ്സാങ്കാലത്ത് തീർന്നു അദ്ദേഹത്തിൻ്റെ പരിപാടി, ഈ വക്കീൽ പണി നിർത്തി പോകേണ്ടി വരും. ഇനി ഇപ്പോൾ ആയാലും 10-50 വയസ്സായ ഒരു മനുഷ്യൻ നമ്മൾ വളരെയധികം ബഹുമാനിച്ചുകൊണ്ടുള്ള മനുഷ്യനാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾക്ക് വേണ്ടിയല്ലാതെ നമ്മൾ ഇവരെ രക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ബഹുമാനിക്കാൻ പറ്റും? അങ്ങനെയില്ലവരെ. ഇതുപോലെ തന്നെ പിണറായി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞാൽ പറയാൻ തന്നെ നമുക്ക് ലജ്ജ തോന്നുന്നുണ്ടല്ലോ. കാരണം നമ്മുടെ മുഖ്യമന്ത്രിയായി നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ രക്ഷിക്കുന്നവരാണ് നമ്മുടെ സർക്കാരാണെങ്കിൽ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ തിന്നാൻ വരികയോ നമ്മളെ കൊല്ലാൻ വരുന്ന ആൾക്കാരെ ബഹുമാനിക്കുന്ന ആ ഒരു സംസ്കാരം നമ്മൾക്കില്ല. അത് കണ്ട് നമ്മളെ ഒരു ബഹുമാനിക്കുന്നില്ല. കാരണം നമുക്കത് തോന്നുന്നില്ല. നമ്മളെ നമ്മളെ മക്കളെ കൊന്ന കുഞ്ഞുങ്ങളുടെ പ്രതികളെ സംരക്ഷിക്കാൻ ഈ ഭരണ സംവിധാനം എത്ര കണ്ട് പ്രയാസപ്പെട്ടിട്ട് ഈ കാശും സമ്പത്തും എല്ലാം നീക്കി ഭരണ സംവിധാനം കംപ്ലീറ്റ് ഉപയോഗിച്ചു. നോക്കണേ, ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ അതിനാണ് ഓരോ മനുഷ്യൻ ഈ കേരളത്തിൽ ഓരോ മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഇതുപോലെയല്ല ആയിരക്കണക്കിന് കേസുകളാണ് ഒന്നും തുമ്പും ഭാരമില്ലാതെ പോകുന്നത്. ഇങ്ങനെ മനുഷ്യനെ കൊന്നൊടുക്കിക്കൊണ്ട് കള്ളങ്ങളും പറഞ്ഞും ഈ പ്രതികളെ മാറ്റിയും ഇതുപോലെ വക്കീലന്മാരെ വെച്ച് വാദിച്ചും എല്ലാവരും രക്ഷപ്പെടുത്തിയിട്ടുള്ളൂ. ഇതൊരു മാർഗമായി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇക്കുറി അതൊന്നും ഉറച്ചില്ല. ഇക്കുറി കോടതി അത് ശരിയാവണ്ണം കണ്ടു. അതിന് നിങ്ങളുടെ നിയമപോരാട്ടം, ഈ 6 വർഷത്തെ നിയമപോരാട്ടം, കണ്ണിൽ എണ്ണ ഒഴിച്ച നിയമപോരാട്ടം അതിന് പ്രധാന കാരണമാണ്. ഞാൻ എത്താം. സർ സി BN അസ്കർ ഇവിടെ ചെമ്പട പൊയിലൂർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്, കുറേ ആൾക്കാരുള്ള ഗ്രൂപ്പാട്ടോ, അതിൽ പറയുന്നത് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ നെഞ്ചുകാട്ടി ചേർത്ത പെരിയ സഖാക്കൾക്ക് വിപ്ലവാഭിവാദ്യങ്ങൾ. അടുത്തത് ചുവപ്പിന്റെ കൂട്ടുകാർ നിന്ന് തുരുമ്പിക്കുന്നതിനേക്കാൾ നല്ലത് നടന്നു തേഞ്ഞു തീരുന്നതാണ് തീരുമാനിച്ച് അടിച്ചമർത്തലുകൾക്കെതിരെ പ്രതിരോധത്തിന്റെ പടച്ചട്ടയണിഞ്ഞ് പോരാടി ജയിലറ പുൽകിയ പെരിയ പോരാളി സഖാക്കൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ. അർജുനായങ്കി, ആരാണ് അർജുനായങ്കി? മറ്റേ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി അർജുനായങ്കിയും സമാനമായി പറയുകയാണ്. എന്താണ്? യൗവനത്തിന്റെ ദാമ്പത്യത്തിന്റെ വസന്തം, ജയിലറയിൽ ഹോമിക്കപ്പെട്ട നിങ്ങളുടെ ത്യാഗം ആ നാട്ടിലെ ഓരോ സഖാവിനും ഒരു വസന്തകാലത്തിന് വേണ്ടിയായിരുന്നു ഞങ്ങൾക്കറിയാം. പ്രിയ സഖാക്കളെ, ധീരരെ, പോരാളികളെ, ലാൽസലാം. ജയിലറയിലും വിപ്ലവം വിരിയിച്ചവരുടെ പിന്മുറക്കാർ, കള്ളക്കേസിനും കുലുക്കാനാവാത്ത കരുത്ത് എന്ന് പറഞ്ഞിട്ട് BGM ഇട്ട് ആഘോഷമാണെന്നേ ഈ സൈബർ മേഖല. ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന കോടതി വിധിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദാംശങ്ങളുണ്ട്. കൃപേഷിൻ്റെ തലയ്ക്ക് ഇവിടെയേറ്റ വെട്ടങ്ങ് തലയുടെ ബാക്ക് വരെ പോയി, തലച്ചോറ് ചിന്നിച്ചിതറി, മൊത്തം അടിമുടി വെട്ടാണ്. TP ചന്ദ്രശേഖരനെ കൊന്ന മട്ടിൽ അടിമുടി വലിച്ചിട്ട് എന്നാൽ കൊല്ലുക എന്ന ഉദ്ദേശമല്ല, വികൃതമാക്കുക എന്ന രീതിയിൽ അങ്ങേയറ്റം വെട്ടി നാനാവിധമാക്കി. അസ്കർ, ആ കൊലയാളികൾക്ക് വേണ്ടി വാഴ്ത്തിപ്പാടുകയാണ് സൈബർ മേഖല. ആ വാഴ്ത്താനുള്ള ധൈര്യം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? CN മോഹൻ അവരെ കാണാൻ വേണ്ടി പോകും. അസ്കർ, ഹാഷ്മി, ഒരുപക്ഷെ കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുകളിൽ കൊലപാതകത്തിൻ്റെ ഇതിൻ്റെതായിട്ടുള്ള ഒരു ഹൃദയവസന്തം വന്നിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. കൊലപാതകത്തിലെയും രാഷ്ട്രീയ കൊലപാതകങ്ങളെയും നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മാനസികാവസ്ഥ ഇടതുപക്ഷത്തിന് മൊത്തത്തിൽ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്
യാഥാർത്ഥ്യമായി മുന്നിൽ നിൽക്കുമ്പോൾ പോലും കുഞ്ഞിരാമനെ പോലെ മണികണ്ഠനെ പോലെ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള നിരപരാധിയായിട്ടുള്ള ആളുകളെ കൂടി നിങ്ങൾ ഇക്കാര്യത്തിൽ കാണണം. കുഞ്ഞിരാമൻ എന്തു തെറ്റാ ചെയ്തത്? നിങ്ങൾ പറയും കുഞ്ഞിരാമൻ ജില്ലാ സെക്രട്ടറി ഒരു പ്രതിയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. എന്തിനാണ് കുഞ്ഞിരാമൻ ഒരു കൊലക്കേസ് പ്രതിയെ ഈ പറഞ്ഞ ജീപ്പിൽ നിന്ന് മോചിപ്പിക്കേണ്ട കാര്യം എന്താ? അത്രേ ഉള്ളോ? അസ്കർ 10 വർഷം സാമാജികനായിരുന്ന ആളാണ്. അല്ല, കെ വി കുഞ്ഞിരാമൻ 10 വർഷം കേരളത്തിന്റെ നിയമസഭയിൽ സാമാജികനായിരുന്ന ആളാണ് അല്ലേ? ഈ പറയുന്ന ഈ പ്രതിയെ പിടികൂടുന്ന CBI അല്ല, അത് പോലീസ് തന്നെ പിടികൂടിയ പ്രതിയാണ് അല്ലേ? ഈ അതിന്റെ കോൺസിക്വൻസ് മൊത്തം അറിയാവുന്ന കെ വി കുഞ്ഞിരാമൻ പോയി ജീപ്പിൽ നിറക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ്? എന്ത് മറച്ചു വെക്കാനാണ്? എന്ത് ഒളിച്ചു വെക്കാനാണ് ഭാസ്കർ? അതല്ല, 225 IPC പ്രകാരമുള്ള കുറ്റകൃത്യം മാത്രമേ ഉള്ളൂ. ഈ കൊലപാതകവുമായി ഗൂഢാലോചനയിലോ ഈ കൊലപാതകത്തിന്റെ പ്രിപ്പറേഷനിലോ എക്സിക്യൂഷനിലോ കുഞ്ഞിരാമന് യാതൊരു പങ്കുമില്ല. എന്നിട്ടും നിങ്ങളും ഈ വിമർശകരാകമാനം പറയുന്നത് എന്താ? പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സഖാവ് കുഞ്ഞിരാമൻ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന എന്തു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാചകങ്ങൾ. താങ്കൾ പറയൂ. ഒരു കൊല ശിക്ഷ എന്തിനാണ് ആ പ്രതിയെ മോചിപ്പിക്കാനുള്ള കെ വി കുഞ്ഞിരാമന്റെ ചോദന എന്താണ്? ഞാൻ അതിലേക്കാ വരുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു പോലീസ് കുറേ ആളുകളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായും അതിൽ ഇടപെടുക എന്നുള്ളത് പൊതുപ്രവർത്തകന്റെ ദൗത്യമാണ്. അത്തരത്തിൽ ഇടപെട്ടു എന്നുള്ള തെറ്റു മാത്രമാണ് കുഞ്ഞിരാമൻ ചെയ്തിട്ടുള്ളത്. അതൊരു പക്ഷേ അക്ഷന്തവ്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള അപരാധം തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റവാളിയായിട്ടുള്ള ഒരാളെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത് നിയമത്തിൻ്റെയും ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പരിധിയിൽ വരുമ്പോൾ 225 പ്രകാരം കുറ്റകൃത്യവും 10 കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യവും തന്നെയാണ്. അതുകൊണ്ടാണ് കുഞ്ഞിരാമന് ആ ശിക്ഷ തെളിയിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ ശിക്ഷിച്ചിട്ടുള്ളത്. മണികണ്ഠൻ എന്തു തെറ്റാ ചെയ്തത്? ഏതോ പ്രതിയെ സഹായിച്ചു, ഒളിവിലിരുത്തി തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് കുറ്റകൃത്യം പറയുന്നത്. കൊലപാതകത്തിന്റെ ഗൂഢാലോചന ഈ പറയുന്ന നിഷ്ഠൂരമായി കൊലപാതകം ചെയ്ത പ്രതികളെ മണികണ്ഠൻ സൂക്ഷിച്ചു വെക്കുന്ന എന്തിനാണ്? ഈ നിഷ്ഠൂരമായ കൊലപാതകം ചെയ്ത പ്രതികളെ 10 വർഷം സാമാജികനായ ഈ താങ്കൾ ഈ പറഞ്ഞ കേസിന്റെ വിശദാംശങ്ങൾ മൊത്തം അറിയാവുന്ന ഒരു മുൻ MLA പോയി ജീപ്പിൽ നിറക്കുന്നത് എന്തിനാണ്? അതാണോ പൊതുപ്രവർത്തകർ ഉത്തരവാദിത്വം? ഹസ്കർ, അതല്ല കാര്യം. കെ വി കുഞ്ഞിരാമനും മണികണ്ഠനും ഒക്കെ ഒളിക്കാൻ എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ കൊടിസുരിയുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി പറഞ്ഞ PJ പറഞ്ഞ എന്തിനാ? ഈ കൊടിസുരിയുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി PJ പറയാം എന്തിനു വേണ്ടി? അത് ഒരാൾ ഓടി വരുന്നു അല്ല, അങ്ങയുടെ മുന്നിലേക്ക് ഒരാൾ പരിചിതനും അല്ലെങ്കിൽ ഒരു സ്നേഹിതനുമായിട്ടുള്ള ഒരാൾ വരുന്നു. അയാൾ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന ബോധ്യത്തോടുകൂടെ അല്ലാതെ അങ്ങ് ഒരു പക്ഷേ അയാളെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അങ്ങയെ ഈ കേസിൽ ശിക്ഷിക്കപ്പെടാവുന്ന സാഹചര്യം വരും. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ വിശദീകരണത്തിന് കോടതിയുടെ മുമ്പിലും സമൂഹത്തിന്റെ മുന്നിലും നിയമത്തിന്റെ മുന്നിലും ഒരു സാധുതയില്ലാതെ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ കേസിന്റെ വിധിയിൽ മണികണ്ഠനും കുഞ്ഞിരാമനും അനുഭവിക്കുന്ന വേദനകളിലൂടെ നാം കാണേണ്ടത്, ആ ശിക്ഷയിലൂടെ നാം കാണേണ്ടത്. അവർ പറഞ്ഞ ഭാഗം അത് അപ്പീൽ കോടതികളുണ്ടല്ലോ. ഞാൻ അങ്ങേക്ക് വിധി പ്രസ്താവം വെച്ചു തരാം. ആ വിധി പ്രസ്താവത്തിൽ ഈ പറയുന്ന 13 വയസ്സുള്ള 2 യുവാക്കൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നേരിടേണ്ടി വന്ന വേദനകൾക്ക് കാരണമായ പരിക്കുകളെ പറ്റി പറയുന്നുണ്ട്. അതുകൂടി അങ്ങൊന്ന് വായിച്ചു നോക്കണം. ഈ പറയുന്ന കെ വി കുഞ്ഞിരാമന്റെയും ഈ പറയുന്ന മണികണ്ഠന്റെയും വേദനയെ പറ്റി അങ്ങ് വാചാലമോ. ഞാൻ അങ്ങയിലേക്ക് എത്താം. ഒറ്റ സത്യനാരായണൻ 8 മണിക്ക് ഇറങ്ങണം. സത്യനാരായണൻ അത്രേ ഉള്ളോ? കെ വി കുഞ്ഞിരാമൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രതി ഇരിക്കുന്നു എന്നാൽ മോചിപ്പിച്ചേക്കാം എന്ന് ഇറങ്ങിപ്പോയി. മണികണ്ഠൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പ്രതി ഉണ്ടെന്നാൽ ഒളിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചു. അത്ര നിഷ്കളങ്ക മനസ്കരെ ഉപദ്രവിക്കാവോ, ശിക്ഷിക്കാവോ സത്യനാരായണൻ? അല്ല, അത് തന്നെയല്ലേ കെ വി കുഞ്ഞിരാമൻ ഈ സംഭവം നടന്ന ഉടനെ പീതാംബരൻ്റെ വീട്ടിലെത്തിയല്ലോ. പീതാംബരൻ്റെ ഭാര്യയും മകളെയും പറഞ്ഞ വാക്കുകൾ തിരുത്തി പറയാൻ എവിടെയാണ് സേവനം ചെയ്യുന്നത്? പ്രതിയുടെ 1-ാം പ്രതിയുടെ വീട്ടിലാണ് ആദ്യം എത്തുന്നത്. അവിടെ പോയി വെളുത്തോളിയിൽ ഇവർ ഈ ക്രൂരകൃത്യം ചെയ്തിട്ട് വെളുത്തോളിക്ക് എത്തുമ്പോഴത്തേക്കും ഉദുമയിലുള്ള കുഞ്ഞിരാമൻ വെളുത്തോളിയിലൊരു വീട്ടിലുണ്ട്, കാത്തു നിൽക്കുകയാണ് ഇവർ വരുമ്പോൾ ഇവരെ രക്ഷിക്കാൻ. എന്നിട്ട് അവിടെ നിന്നും കൊണ്ടുപോയത് ഇവിടെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുപോയത് ഇവിടെ പൊയിനാച്ചിയുള്ള പാർട്ടി ഓഫീസിലാണ്. അവരെല്ലാം ചോദ്യം ചെയ്തുവല്ലോ, കൊണ്ട് നിർത്തിയാലും തെളിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ കുഞ്ഞിരാമൻ, ഈ നാട്ടിൽ നടക്കുന്ന കുഞ്ഞിരാമനെയൊക്കെ ഈ MLA ആയിരിക്കുമ്പോഴും നമുക്ക് കൃത്യമായി അറിയാം. ഈ MLA ഞാൻ ഒരിക്കൽ ഈ മോനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ജയിലിലിട്ടു. ആ കേസിനകത്ത് ഞാൻ അന്ന് പറഞ്ഞു, പിന്നെ നിങ്ങൾ
ഈ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾക്കൊന്ന് ഒന്ന് പറഞ്ഞ് ഈ പ്രശ്നങ്ങളുണ്ടൊന്ന് പരിഹരിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ ചന്തിക്കത്തെ പൊടിയും തട്ടിയിട്ട് പോയ മനുഷ്യരാണ്. അപ്പോഴത്തേക്ക് കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത് ചെയ്ത തെറ്റ് എന്ന് പറയുമ്പോഴും അസ്കറിനെ പോലത്തുള്ള ബഹുമാന്യരായ വ്യക്തികളെ ജനം കാണുന്നത് എങ്ങനെയെന്നറിയോ? ഇതിനൊക്കെ നിങ്ങളെ ഈ വാക്കും പ്രചോദനമാണ്. ഈ കള്ളത്തരം പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഈ പറയുന്നില്ലേ അത് എന്ത് തെറ്റ് ചെയ്തു എന്ന്, ഈ കോടതിയിൽ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടാകുമ്പോഴും പറയുമ്പോഴും നിങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗപാത്രമാണ്. ഇതെന്ന് ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അത് തെറ്റല്ല, നിങ്ങൾ ചെയ്തോ. അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് ഇവിടെ പ്രശംസിക്കാൻ ആളുണ്ട്. സൈബർ സെല്ലിനെ പോലെ തന്നെ നിങ്ങളിവിടെ ഇരുന്ന ജനങ്ങളുടെ മുമ്പിൽ പറയുമ്പോഴും നിങ്ങൾ മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഒരു തെറ്റിനെ തെറ്റായി കണ്ടുകൊണ്ട് അതേ എന്ന് പറയാൻ നിങ്ങളെ വായിൽ നാക്കൊണ്ട് പറ്റുമോ? ഏതെങ്കിലും ഒരു തെറ്റിനെ അത് തെറ്റ് എന്ന് നിങ്ങൾ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഈ കേരളത്തിലിപ്പോൾ നിങ്ങൾ CPM ചെയ്യുന്ന ഏത് പ്രവർത്തനയും പറഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. പക്ഷേ നിങ്ങൾ എത്ര കണ്ട് കള്ളങ്ങളും നുണപ്രചരണങ്ങളും നടത്തുന്നോ അത്ര കണ്ട് ഈ ജനസമൂഹത്തിൻ്റെ മനസ്സിനകത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ടാവും. മനുഷ്യത്വമില്ലാത്തൊരു ഹൃദയക്കാരാണെന്ന് CPM കാറുന്നില്ല. അതിനെ ഇവർ കൊല്ലുന്നുണ്ടെങ്കിലും മറ്റു സംരക്ഷിക്കുന്നുണ്ടെങ്കിലും കുറേ ആൾക്കാർ തെളിവ് നശിപ്പിക്കുന്നുണ്ടെങ്കിലും അസ്കറിനെ പോലത്തുള്ള ആൾക്കാർ അതിന് പ്രചോദനമാണ്. അവർ ന്യായീകരിച്ചു കൊണ്ട് നടക്കുന്നത്. അത് നിങ്ങൾ ഈ പാർട്ടി കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അതിൻ്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങും. അസ്കറിനെ ഞാൻ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നത്, ഒരു തെറ്റിനെ തെറ്റായി കാണാനും അതുപോലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും പറ്റാത്ത നിങ്ങൾ ചെയ്യുന്നത് ഈ കൊലക്ക് തുല്യമാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ല, ഇപ്പോൾ ഭാസ്കർ ഇട നിരീക്ഷകനാണ്. ഇന്ന് ചർച്ചയ്ക്ക് ആളെ വിടുന്നില്ല CPM തീരുമാനിക്കുന്നുണ്ട്. എന്നാലും CPM ചർച്ചയ്ക്ക് ആളെ വിടുന്നില്ല. ശ്രീ